ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് സുശീലാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ആവശ്യപ്പെട്ട പോലെ നമ്മൾ പുതിയൊരു IPO റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് തിങ്കളാഴ്ച ആരംഭിക്കുന്ന ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്ന ഗവൺമെന്റ് NBFCയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഫിനാൻസ് കമ്പനികൾ എന്നും ഒരു ഇൻവെസ്റ്ററിന് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും അവരുടെ പോർട്ട്ഫോളിയോ നോക്കി കഴിഞ്ഞാൽ ഫിനാൻസ് കമ്പനികൾ ഡെഫിനറ്റ്ലി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്ന കമ്പനി ഗവൺമെന്റ് NBFC ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള ആദ്യത്തെ NBFC ആയിരിക്കും ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ. നമുക്ക് IPOയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് കമ്പനിയെ കുറിച്ച് ആദ്യം പറയാൻ ശ്രമിക്കാം. ഓക്കെ, ഈ കമ്പനി സ്ഥാപിതമാവുന്നത് 1986 അത് ഫോം ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ഇതുപോലത്തെ ഒരു ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ഫോം ചെയ്തതെന്ന് വെച്ചാൽ ഇന്ത്യൻ മിനിസ്ട്രീസ്, അതായത് റെയിൽവേസ് മാത്രമല്ല, ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഒഴിച്ച് മറ്റ് മിനിസ്ട്രികൾക്ക് ഡയറക്റ്റ് മാർക്കറ്റിൽ നിന്ന് ഫണ്ട് എടുക്കാനുള്ള റൈറ്റ്സ് ഇല്ല. അപ്പൊ ഈ ഫണ്ട് എടുക്കാന്ന് വെച്ചാൽ ഇപ്പൊ അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ആവശ്യമുണ്ട്, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സിന് ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് അത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നോ അവർക്ക് ഫണ്ട് സ്വരൂപിക്കാനുള്ള റൈറ്റ്സ് ഇല്ല. അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് അവർ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫിനാൻസ് കോർപ്പറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവർ 1986 ഇങ്ങനെ ഒരു ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ എന്നൊരു കമ്പനി അവർ സ്ഥാപിക്കുന്നത്. ഇതിന്റെ പ്രൊമോട്ടർ എന്ന് പറയുന്നത് 100% സ്റ്റേക്ക് ഉള്ളത് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. കാരണം ഇത് ഒരു ഗവൺമെന്റ് സ്ഥാപനമാണ്. അപ്പൊ ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ 100% സ്റ്റേക്ക് അതിന്റെ റെപ്രസെന്റേറ്റീവ് ആയ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ പക്കലായിരിക്കും. ഈ ഒരു കമ്പനി, അതായത് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്ന കമ്പനി വളരെ റിസ്ക് ഫ്രീ മോഡലിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇവരുടെ സിംഗിൾ ക്ലയന്റ് ആയ റെയിൽവേക്കാണ് ഇവർ പണം കൊടുക്കുന്നത്. ഈ റെയിൽവേക്ക് പണം കൊടുക്കുകയെന്ന് വെച്ചാൽ റെയിൽവേ ബഡ്ജറ്റ് ഉണ്ട്. ഓക്കെ, റെയിൽവേക്ക് അതിന്റെ സ്വന്തമായ ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ ഈ റെയിൽവേക്ക് ആവശ്യമായിട്ടുള്ള പണം ഈ റെയിൽവേ ബഡ്ജറ്റിൽ അവർ നികത്തി വെക്കും, ഗവൺമെന്റ് നീക്കി വെക്കും. ഈ നീക്കി വെക്കുന്ന പണം അല്ലാതെ അവർക്ക് ഒരു എക്സ്ട്രാ എമൗണ്ട് ആവശ്യം വരും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന്. അപ്പോൾ ആ വരുന്ന റിക്വയർമെന്റ് ഓഫ് ക്യാപെക്സ്, ആ ക്യാപെക്സ് റിക്വയർമെന്റ് വരുന്ന എക്സ്ട്രാ എമൗണ്ട് ആണ് ഈ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നും അവർ സ്വരൂപിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ സിംഗിൾ ക്ലയന്റ് റെയിൽവേ ആയതുകൊണ്ടും ഇവർക്കുള്ള റിസ്ക് വരുന്നത് വളരെ മിനിമലാണ്. മിനിമലിൽ പോയിട്ട് സീറോ റിസ്ക് എന്ന് വെച്ചാൽ പറയാം. കാരണം ഇവർക്ക് ഈ ഒരു കമ്പനിക്ക്, അതായത് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിക്ക് 0 NP ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ റെയിൽവേസിന് പണം ആവശ്യം വരുമ്പോൾ അവർ മീറ്റ് ചെയ്യുന്ന രണ്ട് റിക്വയർമെന്റ്, ഒന്ന് ബഡ്ജറ്റ് എമൗണ്ട്, പിന്നെ ബഡ്ജറ്റിൽ നിന്ന് തികയാത്ത എമൗണ്ട് ആണ് അവർ ഈ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷന് നിന്ന് എടുക്കുന്നത്. അത് മെയിൻലി ക്യാപെക്സ് കാര്യങ്ങൾ കൊണ്ടാണ് അവർ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ സൈക്കിൾ വരുന്നത് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ റെയിൽവേസിന് പണം കൊടുക്കുന്നു. പണം റെയിൽവേസ് എടുത്തിട്ട് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ചെയ്യുന്നു. പക്ഷെ പണം തിരിച്ചു വരുന്നത് റെയിൽവേസിൽ നിന്നല്ല, ഇൻ ടേൺ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് IRFCക്ക് പണം തിരിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ സൈക്കിൾ വരുന്നത്. പിന്നെ ഈ കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറയുന്നത് മറ്റ് NBFCകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ചെറുതാണ്. കാരണം ഇവർക്ക് റിസ്ക് കുറവാണ്. നേരത്തെ പറഞ്ഞു, റിസ്ക് കുറവായതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടുന്ന നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 1.5 ആണ്. അത് മറ്റ് NBFCകളായ പ്രൈവറ്റ് ലെൻഡേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് മാർജിൻ ആണ്. പക്ഷേ ഒരു റിസ്ക് ഫ്രീ മോഡൽ ആയതുകൊണ്ടും 0 NP ഉള്ള ഒരു കമ്പനി ആയതുകൊണ്ടും ഈ ഒരു നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ആയ 1.5 എന്ന് അറിയപ്പെടുന്നത് വളരെ ഒരു നല്ലൊരു നമ്പർ തന്നെയാണ്, കൺസിഡറിങ് ദെയർ ലൈൻ ഓഫ് ബിസിനസ്. അപ്പൊ ഇവർ ആർക്കൊക്കെ ലെൻഡ് ചെയ്യുന്ന വെച്ചാൽ റെയിൽവേ മാത്രമല്ല, റെയിൽവേ അസോസിയേറ്റഡ് പ്രോജക്ട്സ്. ഓക്കെ, ഇപ്പോൾ സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് റെയിൽവേയുടെ ഒരു ഫിനാൻസ് കോർപ്പറേഷൻ ആണെങ്കിലും ഇവർ പറയുന്നത് റെയിൽവേയുടെ ഒരു പ്രോസ്പെരിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പോർട്ട് ഡെവലപ്പ് ചെയ്യുക, റൈറ്റ്, അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ ടെർമിനൽ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ആക്ച്വലി ഡെവലപ്പ് ആവുന്നതോടുകൂടി ഇൻ ടേൺ റെയിൽവേയുടെ ഒരു പ്രോസ്പെരിറ്റി കൂടെ വരുന്നത്. അപ്പൊ റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്ട്സുകളും ഇവര് ഫണ്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അതാണ് ഇവർ പറയുന്നത്. പിന്നെ ഇവര് പണം ലെൻഡ് ചെയ്യുന്നത് റെയിൽവേ എൻറ്റിറ്റീസ് ഞാൻ പറഞ്ഞല്ലോ, അതായത് റെയിൽവേ റിലേറ്റഡ് എൻറ്റിറ്റീസ്. അപ്പൊ റെയിൽവേ റിലേറ്റഡ് എൻറ്റിറ്റീസ് എന്ന് പറയുമ്പോൾ റെയിൽവേ സെക്ടറിൽ വരുന്ന റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്, പിന്നെ റെയിൽ ടെൽ, പിന്നെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ്, പിന്നെ പാപ്പാവ് റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ്, അതായത് PRCL എന്ന് പറയുന്ന കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇവർക്കൊക്കെ ഇവർ പണം ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ റെയിൽവേ റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ എൻറ്റിറ്റീസിനും ഇവർ പണം ലെൻഡ് ചെയ്യാറുണ്ട്. നമുക്കൊരു ഫിനാൻഷ്യൽസ് നോക്കുവാണെങ്കിൽ 2017 ഇവർക്കുണ്ടായിരുന്ന റവന്യൂ എന്ന് പറയുന്നത് 8013 crores ആണ്. അത് മാർച്ച് 2020 വരുന്ന സമയത്ത്
13,421 കോടിയാണ് ഇവരുടെ റവന്യൂ വന്നിരിക്കുന്നത്. സെപ്റ്റംബർ 2020 വരെ അത് 7,387 ക്രോർസ് ആണ്. എന്ന് വെച്ചാൽ ഒരു CAGR റേറ്റ്, ഒരു CAGR നോക്കുകയാണെങ്കിൽ ഒരു 15% CAGR-ലാണ് ഇവരുടെ റവന്യൂ ഗ്രോത്ത് വരുന്നത്. ഓക്കെ, കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് മാർച്ച് 2017 921 ക്രോർസ് ആണ്. അത് മാർച്ച് 2020 വന്നിരിക്കുന്ന സമയത്ത് 3,192 ക്രോർസ് ആണ്. സെപ്റ്റംബർ 2020 വരെ, അതായത് 6 മാസം, ഇവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,886 ക്രോർസ് ആണ്. ഈ പ്രോഫിറ്റ് CAGR എന്ന് പറയുന്നത് 50% ആണ് പ്രോഫിറ്റ് CAGR പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊരു നല്ലൊരു ഒരു ഗ്രോത്ത് റേറ്റ് തന്നെയാണ് റവന്യൂലും പ്രോഫിറ്റിലും ഇവർ കാണിച്ചിരിക്കുന്നത്. കമ്പനിയുടെ PE റേഷ്യോ എന്ന് പറയുന്നത് 6.6 ആണ്. അത് അതായത് ഇൻഡസ്ട്രീസ് PE കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു സ്ലൈറ്റ്ലി ആണ് ലോവർ സൈഡ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, റിസ്ക് ഫ്രീ മോഡലാണ്. അതുകൊണ്ട് ഇവർ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ലെൻഡിങ്ങിന് റിസ്ക് കുറവാണ്. അപ്പോൾ ഒബ്വിയസ്ലി റിസ്ക് കുറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിട്ടേൺസും അതനുസരിച്ച് കുറവായിരിക്കും. അപ്പോൾ 6.6 എന്ന് പറയുന്ന സമയത്ത് ഇവരുടെ ബിസിനസ് മോഡലും ഇവരുടെ റിസ്ക് ഫ്രീ അസറ്റ് മോഡലിന്റെ ഒരു പ്രത്യേകത കാരണം കൊണ്ടും 6.6 എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു നല്ല നമ്പർ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഇവരുടെ ഒരു കമ്പനിയുടെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ആണ് നമുക്ക് അറിയേണ്ടത്, റൈറ്റ്? അപ്പൊ ഒരു കമ്പനി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വർത്തിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നോക്കിയിട്ട് പോസിറ്റീവ് എത്രമാത്രം നെഗറ്റീവ്സിനെ കൗണ്ടർ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ, റൈറ്റ്? അപ്പോൾ ഇതിന്റെ പോസിറ്റീവ്സ് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു കമ്പനിക്ക് ഒരു മോണോപോളിയാണ്. ഓക്കെ, അതായത് ഈ ഒരു സെഗ്മെന്റില് ഇപ്പോഴത്തെ ഒരു ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ ഈ 2021-14 ജനുവരി നോക്കുന്ന സമയത്ത് ഇന്ത്യൻ റെയിൽവേയിലേക്ക് പണം ലെൻഡ് ചെയ്യുന്ന ഒരേ ഒരു സ്ഥാപനമാണ് IRFC അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ കുറെ പ്ലാൻസ് ഉണ്ട്. ഒന്ന് കുറെ ഹൈ സ്പീഡ് കോറിഡോർ, ഓക്കെ, അതൊന്ന് പ്ലാൻസ് ഉണ്ട്. പിന്നെ എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസ് ആൻഡ് എൻഹാൻസ്മെന്റ്സ്. ഓക്കെ, ഇതിനെല്ലാം ബഡ്ജറ്റിൽ നിന്ന് കിട്ടുന്ന പണം കൂടാതെ വരുന്ന റിക്വയർമെന്റ്, ക്യാപെക്സ് റിക്വയർമെന്റ്സിന് ഇവർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കമ്പനിയാണ് IRFC എന്നറിയപ്പെടുന്ന ഈ കമ്പനി. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാറ്റസിൽ ഇവർക്ക് മോണോപ്പൊളി സ്റ്റാറ്റസ് ഉണ്ട് എന്ന് പറയാം. രണ്ടാമത്തേത്, ഇവരുടെ ഫിനാൻഷ്യൽസ് നോക്കുവാണെങ്കിൽ 2017 തൊട്ട് 2020 വരെയുള്ള ഫിനാൻഷ്യൽസ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫിനാൻഷ്യൽസ് ആണ്. നല്ലൊരു റവന്യൂ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ പ്രോഫിറ്റും നല്ലപോലെ ഗ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, മൂന്നാമത് പറയുന്നത് ഇതൊരു ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് വരുന്ന ഒരു NBFC ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവർക്ക് ഉള്ള NPA എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് ഒരു ഫിനാൻഷ്യൽ കമ്പനിക്ക് NPA 0 എന്ന് പറയുന്നത് തന്നെ ഒരു കൗതുകം ഉണർത്തുന്ന ഒരു സംഭവമാണ്, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് വരുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് ഇവരുടെ NPA 0 ആണ്. കാരണം ഇവരുടെ ഏതൊരു അസറ്റ് നെഗറ്റീവായി പോവാണ്, എന്തെങ്കിലും ലെൻഡ് ചെയ്ത പണം, റെയിൽവേസിന് ലെൻഡ് ചെയ്ത പണം എന്തെങ്കിലും കാരണം കൊണ്ട് ഇപ്പോൾ ഒരു പ്രൊജക്ട് നടക്കാതെ പോവുക, ഒരു പണം ലാപ്സായി പോവുകയാണെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി മിനിസ്ട്രി ഓഫ് റെയിൽവേസ് അവരുടെ അക്കൗണ്ടിൽ എടുക്കും. ഓക്കെ, ഇറ്റ് വിൽ നോട്ട് ഗോ ടു IRFC അക്കൗണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് അതിന് റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് ആ ഒരു ലോസ് അവരിൽ എടുത്തിട്ട് അവർ സ്വന്തമായിട്ട് എടുക്കും. അതായത് ഞങ്ങളുടെ ലോസ് ആണെന്ന് അവർ എടുത്തിട്ട് IRFCയെ സേഫ് ആക്കും, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് തന്നെ NPA കൺസിഡർ ചെയ്യുമ്പോൾ IRFCയുടെ NPA is equal to 0. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടൊരു പോയിന്റ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് റെയിൽവേക്ക് ഒരുപാട് പ്രോജക്ട്സ് പൈപ്പ് ലൈനിലുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു പൈപ്പ് ലൈൻ പ്രോജക്ട്സ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അഡീഷണൽ ക്യാപെക്സ് റെയിൽവേ ബഡ്ജറ്റിൽ അല്ലാതെ വരുന്ന അഡീഷണൽ ക്യാപെക്സിന് ഇവർക്ക് അപ്രോച്ച് ചെയ്യേണ്ട ഏക കമ്പനിയാണ് IRFC. അപ്പൊ അതൊക്കെ ഒരു നല്ലൊരു റവന്യൂ ഗ്രോത്തും ഒരു പ്രോഫിറ്റ് ഗ്രോത്തും ആണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസ്ക് ഫ്രീ മോഡലാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻവെസ്റ്ററിന് എന്താ വേണ്ടത്? ഇൻവെസ്റ്ററിന് വേണ്ട വെച്ചാൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന പണം അതിന് നഷ്ടപ്പെടാൻ പാടില്ല, റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു റിസ്ക് ഫ്രീ മോഡൽ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് IRFC. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്ററിനും വരുന്ന ഒരു റിസ്ക് കുറവായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പോസിറ്റീവ് സൈഡ്സ് എന്ന് പറയുന്നത്. നെഗറ്റീവ് സൈഡ്സ് നോക്കുന്ന സമയത്ത് ഈ IRFC എന്ന് പറയുന്ന കമ്പനിക്ക് ഒരേ ഒരു ക്ലയന്റ് ആണുള്ളത്, അതായത് മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ആണ് അവരുടെ ഒരു ഏക ക്ലയന്റ്. അപ്പോൾ അതൊരു നെഗറ്റീവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം നാളെ ഒരു പക്ഷേ മിനിസ്ട്രി ഓഫ് റെയിൽവേസിന് എന്തെങ്കിലും ഒരു പ്രോജക്ട്സ് കുറയുകയാണ് അല്ലെങ്കിൽ ഒരു റിക്വയർമെന്റ്സ് കുറയുന്ന സമയത്ത് അത് ഇൻഡയറക്ട്ലി ഇവരുടെ ഒരു റവന്യൂസിനെയും പ്രോഫിറ്റിനെയും ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, റൈറ്റ്? പക്ഷെ അതൊക്കെ മേ ബി അത് റയർ കേസസ് ആയിരിക്കാം. കാരണം നമുക്ക് അറിയുന്ന പോലെ തന്നെ നമുക്ക് ഇനിയും നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഒരുപാട് ഡെവലപ്പ് ചെയ്യാണ്ട്, ഒരുപാട് ഒരു മോഡേണൈസ് ചെയ്യാണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു ക്യാപെക്സ് റിക്വയർമെന്റ് ഒക്കെ വരുന്ന സമയത്ത് അത് ഒബ്വിയസ്ലി IRFC തന്നെയാണ് പോസിറ്റീവായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പോയിന്റ് വരുന്നത്
ഇപ്പൊ നമുക്ക് COVID-19 പോലെ സിറ്റുവേഷനൊക്കെ ഇനിയും വീണ്ടും ആവർത്തിക്കുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് റെയിൽവേയുടെ പ്രോജക്ട്സും റെയിൽവേയുടെ ബിസിനസ് എല്ലാം ഓൾമോസ്റ്റ് ഒരു നള്ളിഫൈ ആയി പോയിരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് ഈ IRFC പോലെ കമ്പനികളൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യും. കാരണം റെയിൽവേയുടെ ബിസിനസ് നിന്ന് പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി IRFC അത് ഇമ്പാക്ട് ചെയ്യുമല്ലോ, റൈറ്റ്? അപ്പൊ അതൊരു പോയിന്റ് ആണ്. മൂന്നാമത് പറയുന്നത് ഗവൺമെന്റ് പോളിസീസ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഗവൺമെന്റ്, അതായത് ഈ റെയിൽവേക്ക്, മിനിസ്ട്രി ഓഫ് റെയിൽവേസിന് പണം മേടിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥാപനം IRFC എന്നാണ് ഇപ്പോഴത്തെ പോളിസിയിൽ പറയുന്നത്. മേ ബി നാളെ, അതായത് ഗവൺമെന്റ് മോർ പ്രൈവറ്റൈസേഷൻ നോക്കുവാണ്. അപ്പൊ ആ സമയത്ത് പോളിസീസിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തി കഴിഞ്ഞു. അതായത് ഇന്ത്യൻ റെയിൽവേസിന് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും പണം കടമെടുക്കാം എന്നുള്ള ഒരു പുതിയ പോളിസി ഒക്കെ വരികയാണെങ്കിൽ അത് ഒബ്വിയസ്ലി IRFC നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. ഹോപ്പ്ഫുള്ളി അങ്ങനെ ഒരു പോളിസി ഇപ്പോൾ ഗവൺമെന്റിന്റെ ഇതിലില്ല. ഓൺലി പ്രൈവറ്റൈസേഷൻ ഓഫ് റെയിൽവേസ് ഉണ്ടെങ്കിലും, പക്ഷെ അതും അത്ര കൺഫേംഡ് ഒന്നുമല്ല. പക്ഷെ ഇതൊരു പോയിന്റ് നമ്മൾ എപ്പോഴും നോട്ട് ചെയ്തേക്കണം. അതായത് ഗവൺമെന്റ് പോളിസീസ് മറ്റേത് ഗവൺമെന്റ് കമ്പനി ഇമ്പാക്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു IRFCയും ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സംസാരിച്ച് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. ഇനി നമുക്ക് അറിയേണ്ടത് ഇപ്പോ ഈ തിങ്കളാഴ്ച, അതായത് ജനുവരി 18 തൊട്ട് ജനുവരി 21 വരെ ഓപ്പൺ ആകാൻ പോകുന്ന IPO കുറിച്ച് നമുക്ക് അറിയേണ്ടത്, റൈറ്റ്? അപ്പോ IPO ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ജനുവരി 18, 2021 തൊട്ട് ജനുവരി 20, 2021 വരെയാണ് IPO ഓപ്പൺ ആവുന്നത്. ഇതിന്റെ ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത് 4633 കോടിയാണ്. അതില് ഫ്രഷ് ഇഷ്യൂ ഉണ്ട്, പിന്നെ ഓഫർ ഫോർ സെയിൽ ഉണ്ട്. ഫ്രഷ് ഇഷ്യൂ വരുന്നത് 3088 കോടിയും ഓഫർ ഫോർ സെയിൽ വരുന്നത് 1545 കോടിയാണ് ഓഫർ ഫോർ സെയിൽ വരുന്നത്. അപ്പൊ ഈ ഓഫർ ഫോർ സെയിൽ ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള ഷെയർസ് അവർ വിറ്റ് അയക്കുകയാണ്. പിന്നെ ഫ്രഷ് ഇഷ്യൂ വരുന്നുണ്ട്. ഒരു ലോട്ട്, അതായത് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ അപ്ലൈ ചെയ്യേണ്ട മിനിമം നമ്പർ ഓഫ് ഷെയർസ് വരുന്നത് 575 ഷെയർസ് ആണ്. അതാണ് ഒരു ലോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ IPO പ്രൈസ് ബാൻഡ് വരെ വെച്ചിരിക്കുന്നത് ലോവർ പ്രൈസ് ബാൻഡായ 25ഉം ഹയർ പ്രൈസ് ബാൻഡായ 26ആണ് ഒരു ഷെയർ പ്രൈസ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഇതിന്റെ പ്രൊമോട്ടർ. അപ്പൊ 100% സ്റ്റേക്ക് ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ളത്. ഈ ഒരു IPO കഴിയുന്ന സമയത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ 86% ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രൊമോട്ടർ സ്റ്റേക്ക്. ഓക്കെ, അപ്പൊ ഇതാണ് ഹൈ ലെവൽ ഒരു IPO ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയേണ്ടത് എന്നാണ് ഒരു എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ലിസ്റ്റിംഗ് എന്നുള്ളത്. 27-ാം തീയതിയാണ് ഇതിന്റെ അലോട്ട്മെന്റ് ഫൈനലൈസ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു നമ്മുടെ അക്കൗണ്ട്സിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് 28-ാം തീയതി ആയിരിക്കും. 29-ാം തീയതി തൊട്ട് നമുക്ക് ഇതിൽ ട്രേഡ് ചെയ്യാൻ പറ്റും എന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത്. ഓക്കെ, ഇതിന്റെ കറന്റ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം വരുന്നത് 1.2 റുപ്പീസ് ആണ്. അപ്പോ നമുക്കറിയാം ഇതിന്റെ ഒരു ബാൻഡ് പറയുന്നത് 25 to 26 റുപ്പീസ് ആണ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. അതായത് ഇന്ന് ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം വരുന്നത് 1.2 റുപ്പീസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഒരു കമ്പനി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനിയാണോ, നമുക്ക് ഈ IPOന് സബ്സ്ക്രൈബ് ചെയ്യണോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും നമ്മൾ സംസാരിച്ചു. നമ്മൾ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കി, കമ്പനിയുടെ ബിസിനസ് മോഡൽ എന്താണ്, റിസ്ക് ഉള്ളതാണോ റിസ്ക് അല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഫിനാൻഷ്യൽസ് നോക്കി, പിന്നെ അതിന്റെ പ്രോഫിറ്റ്സ് നോക്കി, പിന്നെ പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ സംസാരിച്ചു. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഞാൻ റിവ്യൂ ചെയ്തതനുസരിച്ച് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞത് ഒരു റിസ്ക് ഫ്രീ ഇൻവെസ്റ്റർ ആണ്. അവർക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ വിശ്വാസമുണ്ട്. മാത്രമല്ല റെയിൽവേക്ക് ഒരുപാട് ഇനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനുണ്ട്, മോഡേണൈസ് ചെയ്യാനുണ്ട്, കുറെ പ്രോജക്ട്സ് ഇൻ പൈപ്പ് ലൈൻ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ഉണ്ട് റെയിൽവേക്ക്. അത് ബഡ്ജറ്ററി എമൗണ്ട് കൊണ്ട് മാത്രം മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. കാരണം ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ ഒരുപാട് ഡെഫിസിറ്റിലാണ് റൺ ചെയ്യുന്നത്. അവർക്ക് ഒരുപാട് ക്യാഷ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ മറ്റ് പല കമ്പനികളും അവർ പ്രൈവറ്റൈസ് ചെയ്തിട്ട് സ്റ്റേറ്റ്സ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് റെയിൽവേ ബഡ്ജറ്റിന് ഒരുപാട് പണം, അതായത് ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുത്തതിനെക്കാട്ടിലും ഒരുപാട് പണം എക്സ്ട്രാ നികത്തി വെക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ബഡ്ജറ്റിന് കിട്ടുന്ന എമൗണ്ടോട് മാത്രം റെയിൽവേയുടെ ഒരു ക്യാപെക്സ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന എന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു IRFC ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ ആ ഒരു CAGR ഗ്രോത്ത് വെച്ച് നോക്കിയാലും റവന്യൂ ഗ്രോത്ത് പ്ലസ് പ്രോഫിറ്റ് ഗ്രോത്ത് എല്ലാം നോക്കുന്ന സമയത്ത് ഇത് വളരെ നല്ലൊരു കമ്പനി തന്നെയാണ്. റിസ്ക് ഫ്രീ ആയതുകൊണ്ടും മറ്റ് NBFCയിലായിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അവർ റിസ്ക് കൂടുതലുള്ള അസറ്റിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റബിലിറ്റിയും കിട്ടുന്ന റിട്ടേൺസ് ഒക്കെ വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ആ കമ്പനികളുടെ വളരെ ഹൈ ആയിരിക്കും. ഇത് റിസ്ക് ഫ്രീ മോഡൽ ആയതുകൊണ്ട് ഇതിന് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കുറവാണ്. എന്നിരുന്നാലും അത്യാവശ്യം നല്ലൊരു നമ്പേഴ്സ് ആണ് അവർ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കമ്പനിക്ക് കൊടുക്കുന്ന ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് റേറ്റിംഗ് ആണ് ഞാൻ ഈ IPO കൊടുക്കുന്നത്.
അപ്പോൾ ഒരു ഇൻവെസ്റ്റർ എന്നല്ല, റീറ്റെയിൽ ഇൻവെസ്റ്റർ നിലയ്ക്ക് അധികം റിസ്ക് ഇല്ലാത്തൊരു കമ്പനി നോക്കുവാണെങ്കിൽ ഈ ഒരു IRFC എന്ന് പറഞ്ഞ കമ്പനി സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു വ്യൂവിൽ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രമാത്രം സംസാരിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയെ കുറിച്ച് അറ്റ്ലീസ്റ്റ് നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മടിക്കരുത്. ചോദിച്ചോളൂ, ഇവിടെ യൂട്യൂബിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ ചോദിക്കാവുന്നതാണ്, KV ടെലിഗ്രാം ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.